ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ സിനിമയായിട്ടുള്ള തുടരും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. തുടരും കാണാൻ പോയി. എന്താ പറയുക, ഭയങ്കര ഒരു ഇതെല്ലാവരും ഒരു റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. റിവ്യൂസൊക്കെ ഒരുപാടുണ്ട്. ഞാനൊരു റിവ്യൂ ഇടില്ല കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പോൾ എന്തോ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കണം എന്ന് തോന്നി. എനിക്കിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ശീലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു മനുഷ്യനെ കുറച്ച് കാലമായിട്ട് മിസ്സിങ് ആയിരുന്നു. ഇങ്ങനെ എവിടെയോ പോയി കിടക്കുകയായിരുന്നു. അതിനിടയിൽ കുറേ ന്യൂസുകളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കണ്ടായിരുന്നില്ല. ഇനി മോഹൻലാലിനെ കൊണ്ട് ഇനി ഒന്നും പറ്റൂല, ആള് ഒടിയനിലൂടെ എന്തൊക്കെയായി, ആൾക്ക് ഇനി എക്സ്പ്രഷൻ വരൂല, അങ്ങനെ അതിനെന്താ പറയുക, അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പിന്നീട് ഇറങ്ങിയ കുറേ സിനിമകളും ബിഗ് ബ്രദർ പോലത്തെ സിനിമകളും ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് അറിയാത്ത അങ്ങനത്തെ പോലെ. ശരിക്കും നമുക്ക് ഏത് പ്രേക്ഷകനാണെങ്കിലും ഫാൻ ബേസ് ആയിട്ടല്ലാതെ ആരാണെങ്കിലും ഈ ഒരു മോഹൻലാലുണ്ട്, ഒരു നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാലുണ്ട്. ആ മോഹൻലാലിനെ കുറച്ച് കാലമായിട്ട് മിസ്സായിട്ടുള്ളതിൽ ഒരു വിഷമമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. എന്താന്ന് വെച്ചാൽ, അങ്ങേര് ഒരു കാലഘട്ടം മുതൽ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് ഭയങ്കരമായിട്ട്. അത് പല രീതിയിൽ പല കഥാപാത്രങ്ങളിലൂടെ. അങ്ങനെ എന്താ പറയുക, അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ കുറേ കണ്ടിട്ടുള്ള കുറേ മോഹൻലാലിൻ്റെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, കുറേ മാനറിസങ്ങളും കാര്യങ്ങളും ആ കുസൃതിയും അതൊക്കെ കുറച്ച് കാലമായിട്ട് മിസ്സിങ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, വേറെ രീതിയിലുള്ള സിനിമകളും അങ്ങനത്തെ നല്ല രീതിയിലൊക്കെ മലയാളി പ്രേക്ഷക മനസ്സിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന കുറച്ച് സിനിമകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് എന്തൊക്കെയായി, അത് ഓക്കെ പോട്ടെ. പക്ഷേ തുടരും സിനിമയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ തരം പ്രേക്ഷകരെയും ഇരുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ ആ തുടക്കത്തിൽ തന്നെ വലിയ ഭൂകമ്പം പരിപാടിയൊന്നും ഇല്ലാതെ മൂപ്പരെ സിമ്പിളായിട്ടുള്ളൊരു എൻട്രിയും, ആ എൻട്രിയിൽ തന്നെ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. ഇങ്ങനെ അയ്യോ, അത് മനുഷ്യൻ തിരിച്ചു വന്ന് ആ ഒരു ഫീലിലൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ആളെ ആ കുറേ ചിരിയും ഒരു എന്താ പറയുക, ആ ശരീരം ഇട്ടിട്ട് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ആ ഓട്ടവും ചാട്ടവും അങ്ങനെ കുറേ ഇവരെ ഫാമിലിയുടെ ഒരു സീനുണ്ട്. ശോഭനയും മോഹൻലാൽ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എന്താ പറയുക, ബിനു പപ്പു കിട്ടിയിലും പെർഫോമൻസ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര പെർഫോമൻസ് ആണ്, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അതിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ജോർജ് സാർ, അയ്യോ, ഇതിനകം ഇപ്പം എല്ലാവരും ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചതാണ്. എന്നാലും പറയുകയാണ് അവരുടെ കുറിച്ച് പറയാതെ ഈ തുടരും സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഇവരുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഓരോ അഭിനേതാക്കളുടെയും പ്രകടനങ്ങളും അടിപൊളിയായിട്ടാണ്. നല്ല രീതിയിൽ ഒരു സന്തോഷകരമായ തുടക്കത്തിലൂടെ ഇങ്ങനെ കടന്നു പോയി ആ ഒരു പാട്ടൊക്കെ വരുമ്പോൾ നമ്മളും ആ ഒരു ഫാമിലിയിൽ ഒരാളായിട്ട് നമ്മളും ചേരും. പിന്നെ ഇങ്ങനെ കഥ ഇങ്ങനെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് ബഹുലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പം അതിലൂടെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച മോഹൻലാലിൻ്റെ പല ഭാവങ്ങൾ അത് നമുക്ക് കാണാൻ പറ്റുന്നു. ഫൈറ്റ് സീനിലൊക്കെ നമ്മൾ ശരിക്കും മറന്നിട്ട് ശരിക്കും എന്താ പറയുക, അത്ര ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു സിനിമയായിട്ട് വരാത്തത്, എന്താണ് ഇങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് കാത്തിരുന്നിട്ട് നമുക്ക് പെട്ടെന്നാണ് തന്നിരിക്കുകയാണ്. അത് ശരിക്കും നമുക്ക് ഇരുന്ന് ആസ്വദിക്കാം. എല്ലാവർക്കും, എല്ലാതരം പ്രേക്ഷകർക്കും ആസ്വദിക്കുന്ന രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ പറയുക, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും അഭിനയവും പിന്നെ മേക്കിംഗ് ആണെങ്കിലും പിന്നെ എന്താ പറയുക, എല്ലാം കൂടെ അടിപൊളി ഒരു പടം.
ഇനി ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ഇനിയും നമ്മുടെ ദൃശ്യം പോലെ വേറെ ഭാഷകളിലേക്കൊക്കെ മാറ്റം വരിക അങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു മിസ്സിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുംബൈയിൽ നിന്നാണ് സിനിമ കണ്ടത്, നാട്ടിൽ നിന്ന് കാണേണ്ടതായിരുന്നു. നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ സിനിമയ്ക്ക് പോകുമ്പോൾ അങ്ങനെയല്ലേ, ഒരു റോ മുഴുവൻ ഉണ്ടാവും ബുക്ക് ചെയ്ത് നമ്മൾ. ആ ഒരു ആർത്ത് വിളിച്ച് കാണേണ്ട ഒരു പടമായിരുന്നു. ആ ഒരു മിസ്സിങ് ഉണ്ടായി. എന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തരുൺ മൂർത്തി അയ്യോ പൊളിച്ചെന്ന് പറയാൻ പറ്റില്ല, അടിപൊളിയായിട്ടുണ്ട്. അത്രയ്ക്കും ഇഷ്ടമായി. അപ്പം അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നി വന്നു, അല്ലാതെ റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട.